ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 ആണ് വണ്ടി. അതിൻ്റെ എഞ്ചിൻ ഹെഡ് ക്ലീനിങ്, അതായത് ഹെഡ് ഡീകാർബണൈസിങ്, ജനറൽ സർവീസൊക്കെ ആയിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം കഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം കഴിച്ചിട്ട് അതിൻ്റെ വാൽവ് സീല് കാര്യങ്ങളൊക്കെ മാറ്റി വാൽവ് സീറ്റ് ചെയ്തൊക്കെ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ പിസ്റ്റൺ സിലിണ്ടർ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ റിങ്സ് മാത്രം മാറ്റിയിട്ടാണ് നമ്മൾ ആ ഭാഗം ക്ലിയർ ചെയ്തത് കേട്ടോ. പിന്നെ കാർബറേറ്റർ കഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ട് എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്. ക്ലച്ച് ഭാഗം ഫുള്ളായിട്ട് ഗ്രീസിങ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിക്കിട്ട് നമുക്കത് ഈ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ മാറ്റി പുതിയതിട്ടുണ്ട് കേട്ടോ. ഗിയർ ഓയിലൊക്കെ മാറ്റിയിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയത്തെ ഒരുവിധം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസൊക്കെ നോക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിലത്തെ സെക്ഷൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് വന്നേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഞാൻ അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബ്രേക്ക് പാഡ് സെറ്റ് തീർന്നെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രേക്ക് പാഡ് തീർന്നേക്കണതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രേക്ക് പാഡ് എങ്ങനെയാണോ ഇട്ടിരുന്നത് അതേപോലെ തന്നെ ഒരു തേമാനം പോലും വരാണ്ടാണ് ഈ നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ഇപ്പുറത്തെ സൈഡിലെ രണ്ടാമത്തെ ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നിട്ട് പിസ്റ്റൺ ആ പ്ലേറ്റുമ്മേ കയറിയിട്ട് ഈ ഡിസ്ക് കയറി പിടിച്ചു തുടങ്ങിയിരുന്നു. ഡിസ്ക് പ്ലേറ്റുമ്മേ പാഡ് സെറ്റ് കയറി പിടിച്ചാണ് ഈ കാണുന്നത് കേട്ടോ. നിലവിൽ ഈ രീതിയിൽ എന്തായാലും സംഭവം വരാറില്ല. രണ്ടും ഒരേപോലെ തേയണം. ഒരെണ്ണം ഒരല്പം തേയ്മാനം വ്യത്യാസമൊക്കെ വരാറുണ്ട്. പക്ഷേ നമുക്ക് ഇത് നല്ല രീതിയിൽ വ്യത്യാസം, കാരണം ഇത് എങ്ങനെയാണോ ഇട്ടോ അതേപോലെ തന്നെ കിടക്കണം. ഒരു ബ്രേക്ക് പാഡ് മാത്രമാണ് ലോഡായി കിടന്നുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന കാലിപ്പർ അസംബ്ലിയാണ്. കാലിപ്പർ അസംബ്ലിയുടെയാണ് ആ അലൈൻമെൻറ്റ് വന്ന വേരിയേഷനാണ് ആ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കംപ്ലയിൻറ്റ് 100% മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാലിപ്പർ അസംബ്ലി അടക്കം മാറ്റിയിട്ട് ബ്രേക്ക് പാഡ് ഇട്ടാലാണ് അത് ഒരു ശാശ്വത പരിഹാരമുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്താൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. നമുക്ക് ഉപയോഗിച്ച് തീർക്കാൻ പറ്റില്ല. അതിന് മുമ്പ് നമുക്ക് ബ്രേക്ക് പാഡ് തീർത്തിരിക്കുക. കാരണം രണ്ടും ഒരേപോലെ തേയ്മാനം വന്നാലാണ് നമുക്ക് ലൈഫ് കിട്ടുള്ളൂ, മാക്സിമം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ ഒരെണ്ണം ലോഡായി കിടന്ന് ഓടണതുകൊണ്ട് തന്നെ ബ്രേക്ക് പാഡ് കറക്റ്റായിട്ട് ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റില്ല. ഇതിങ്ങനെ തന്നെ കിടക്കണേ, മറ്റേതാണ് തീർന്നു വരുന്നത് കേട്ടോ. അപ്പോൾ അത് കാലിപ്പർ അസംബ്ലി മാറ്റിയിട്ട് ബ്രേക്ക് പാഡ് ഇട്ടാലാണ് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ നിലവിൽ ബ്രേക്ക് പാഡിൻ്റെ എസ്റ്റിമേറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിയത്തെ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെയ്തേക്കുന്നത്, എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ അകത്ത് ഭാഗങ്ങൾ, അതൊക്കെ ബാക്കിയത്തെ എഞ്ചിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വന്നേക്കണ കോസ്റ്റ് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അത് കണ്ടതിന് ശേഷം നമുക്ക് ബ്രേക്കിൻ്റെ കേസ് കാളിപ്പർ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അതിൻ്റെ കേസ് പറയണം. അതിന് അത്യാവശ്യം വില വന്ന സംഭവമാണ്. ഈ കാളിപ്പർ അസംബ്ലിന്ന് കുറച്ച് ഏകദേശം ഒരു 3000-3500 അങ്ങോട്ട് റേറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു പീസ് മാത്രം. പിന്നെ ബ്രേക്ക് പാഡ് അതൊന്നും ഉണ്ടാവില്ല, നമ്മൾ സെപ്പറേറ്റ് ബ്രേക്ക് പാഡൊക്കെ മേടിച്ചിട്ടിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം കുറച്ച് പൈസ ചിലവുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പറയണം. ബാക്കിയത്തെ വർക്ക് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി നമുക്ക് നാളത്തേക്ക് ക്ലോസ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ആ വർക്ക് കൂടി കംപ്ലീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ തൽക്കാലം അത് തന്നെ സെറ്റ് ചെയ്തിട്ട് പിന്നീട് എപ്പോഴെങ്കിലും മാറ്റുക എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. കാരണം അല്ലെങ്കിൽ എല്ലാം കൂടി വരുമ്പോൾ നല്ല എമൗണ്ട് വരും. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. അതനുസരിച്ച് നമുക്ക് ചെയ്യാം വർക്ക്. ഓക്കെ.